സിനിമയുടെ തുടക്കത്തില് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോണിനെയാണ് കാണിക്കുന്നത്. ജോൺ ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എന്തിനാ ജയിലിൽ പോയെന്നല്ലേ, അവൻ കുട്ടിക്കാലത്ത് ഒരു വാൻ അടിച്ചോണ്ട് പോയി. അങ്ങനെ അതിന് ശിക്ഷയായിട്ട് അവനെ കുട്ടിക്കാലത്ത് തന്നെ ജൂനൈൽ ഹോമിൽ പറഞ്ഞു വിട്ടു. പിന്നീട് അവന് ജയിലിൽ കിടക്കാനായിരുന്നു ഇഷ്ടം. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ ടീനേജ് പ്രായത്തിൽ വീണ്ടും മോഷ്ടിക്കാനായിട്ട് പോയി. 2 പോലീസുകാരുടെ മുമ്പിലാണ് മോഷ്ടിക്കാനായിട്ട് പോയത്. അവർ ഓടിച്ചിട്ട് പിടിച്ച് വീണ്ടും അവനെ കോടതിയിൽ കൊണ്ടുവരും. ആ കോടതിയിൽ തന്നെ ഒരു ജഡ്ജി ഉണ്ട്. ആ ജഡ്ജിയാണ് എല്ലാ പ്രാവശ്യവും അവനെ ജയിലിലോട്ട് പറഞ്ഞു വിടുക. അതുകൊണ്ട് തന്നെ അയാളോട് ജോണിന് നല്ല വൈരാഗ്യമാണ്. അയാളെ കയ്യിൽ കിട്ടിയ കൊന്നുകളയും എന്നുള്ള വൈരാഗ്യമാണ്. ഇപ്പൊ ജോൺ ആണെങ്കിൽ 10-27 വർഷത്തെ തടവൊക്കെ കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ആ ഒരു ജഡ്ജി ആയിരുന്നു അവന് വിധി നിർണയിച്ചിരുന്നത്. ഇപ്പൊ അവൻ വണ്ടി എടുത്ത് നേരെ ഒരു ഫോൺ ബൂത്തിൽ വരും. അവിടെ വന്ന് ഈ ജഡ്ജിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിക്കും. അയാൾ അവിടെ ഉണ്ടോ, അയാളൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അയാളോട് പ്രതികാരം ചെയ്യാനായിട്ടാണ്. എന്നാൽ വിളിച്ച് ചോദിക്കുമ്പോഴാവട്ടെ അയാൾ മരണപ്പെട്ടു പോയെന്നുള്ള കാര്യമാണ് കേൾക്കുന്നത്. ജോണിന് ആകെ ദേഷ്യം വന്നിട്ട് ആ ഫോൺ ബൂത്തൊക്കെ അടിച്ചു പൊളിച്ച് അവന്റെ വാനും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കഴിഞ്ഞ് നെൽസൺ ആകെ വിഷമിച്ച് ബാറിൽ പോയിരിക്കുകയാണ്. ഇനി ആരോട് പ്രതികാരം തീർക്കും? അങ്ങനെ ആ വിഷമത്തിൽ ഇരിക്കുമ്പോൾ അവൻ അവിടുത്തെ പത്രം വായിച്ചു നോക്കുന്നുണ്ട്. പത്രത്തിലാവട്ടെ ആ ജഡ്ജിയുടെ മോന്റെ കാര്യം എഴുതിയിട്ടുണ്ട്. ജഡ്ജി ഇല്ലെങ്കിൽ എന്താ, ജഡ്ജിയുടെ മോന്റെ മേലെ ദേഷ്യം തീർക്കാന്ന് അവൻ തീരുമാനിക്കും. പിന്നീട് ഒരു ദിവസം ഈ ജഡ്ജിയുടെ മോന്റെ ഒരു പ്രസംഗമുണ്ട്. അതിന് പ്രസംഗിക്കാനായിട്ട് ജഡ്ജിയുടെ മോൻ പോവും. ജഡ്ജിയുടെ മോന്റെ പേര് നെൽസൺ എന്നാണ്. നെൽസൺ പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ നമ്മുടെ ജോൺ ആണെങ്കിൽ ആരും അറിയാതെ നെൽസന്റെ കാറിൽ കയറുന്നുണ്ട്. നെൽസൺ കുറച്ച് കോഫി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോഫിക്കകത്ത് തുപ്പിയിടും. അതുപോലെ തന്നെ നെൽസന്റെ ആസ്മയ്ക്ക് അടിക്കുന്ന ആ ഒരു മരുന്നും അടിച്ചു തീർക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ആ ഒരു ദേഷ്യം തീർത്തിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് നെൽസൺ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഓഫീസിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കണം, ഇന്ന ഡ്രിങ്ക് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിച്ച് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ഒരു ചാരിറ്റി നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ അടുത്ത ചുമതല നെൽസൺ ആണ്. അതുകൊണ്ട് തന്നെ നെൽസൺ ആ ഒരു അഹങ്കാരം ഉണ്ട്. അവൻ കാർ ഓടിച്ചു പോകുന്ന നേരത്ത് അവന് ശ്വാസം മുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇൻഹീലർ എടുത്ത് അടിക്കാനായിട്ട് നോക്കും. എന്നാൽ ഇൻഹീലർ അടിച്ചിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി ഓടിച്ചൊരു മെഡിക്കൽ സ്റ്റോറിന്റെ അടുത്ത് വരുന്നുണ്ട്. ആ മെഡിക്കൽ സ്റ്റോറിൽ ചാടി കയറി അവിടെ എല്ലാം പരതി നടക്കും. അവൻ ഇത്രയധികം വെപ്രാളപ്പെട്ട് അവിടെ എല്ലാം നടക്കുമ്പോൾ ആ കടയിലുള്ള ആൾക്കാർ വിചാരിക്കുക ഇവൻ കട കൊള്ളയടിക്കാനായിട്ട് വന്ന ആളാണെന്നാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ വിളിച്ച് വിവരം പറയും. അതുപോലെ അവിടുത്തെ ഒരു ലേഡി തോക്കും എടുത്തിട്ട് നെൽസണെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കും. എന്നാൽ നെൽസന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. കടയുടെ ഓരോ ഭാഗത്തൊക്കെയാണ് വെടി കൊള്ളുന്നത്. അവസാനം നെൽസൺ ആ മരുന്ന് എങ്ങനെയെങ്കിലും അടിച്ച് കുറച്ച് ബോധം ഉള്ളിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ മരുന്നടിച്ചിട്ടും അവന് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ആ കടയിൽ തന്നെ ബോധം കെട്ട് വീഴാണ്. പിന്നീട് പോലീസുകാരൊക്കെ വന്ന് അവനെ തൂക്കിയെടുത്തോണ്ട് പോകും. ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ജോൺ അവിടെ നിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ജോണിന്റെ പ്ലാൻ ആയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നെൽസൺ അവന്റെ കൂട്ടരെ വിളിക്കും. അവൻ നേരത്തെ ദേഷ്യപ്പെട്ട ആൾക്കാരോട് വിളിക്കും. പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒന്ന് ഇറക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ മരുന്ന് മോഷ്ടിച്ചത് കൊണ്ട് തന്നെ പോലീസുകാർ പിടിച്ചു വെച്ചേക്കുകയാണ്. എന്നാൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എടുത്തു പോയതാണ്. പക്ഷേ ഈ നെൽസൺ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവന്റെ കൂടെയുള്ള ആൾക്കാർ ഫോൺ വെക്കുകയാണ്. അതിലൊരാള് നെൽസന്റെ കൂടെയുള്ള ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര പേർക്ക് നെൽസനെ പുറത്തിറക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. എന്നാൽ ആർക്കും ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ നെൽസനെ പുറത്തിറക്കണ്ടെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നെൽസന്റെ വിധി പറയുന്ന ദിവസത്താണ്. നെൽസന് വാദിക്കാനായിട്ട് വക്കീലൊന്നുമില്ല. അവൻ ഒറ്റയ്ക്കാണ് വാദിക്കുന്നത്. എന്നാൽ വാദിച്ച് തോറ്റുപോയി. അവസാനം അവനെ ജയിലിൽ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, മരുന്ന് മോഷ്ടിച്ചത് കൊണ്ട് തന്നെ. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് നെൽസൺ മരുന്ന് മോഷ്ടിച്ചെന്നാണ്. എന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ എടുത്തു പോയതാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ജോൺ അവിടെ ഇരിപ്പുണ്ട്, ഒരു പോപ്കോണൊക്കെ തിന്നുകൊണ്ട്. അവന് സന്തോഷമായി. അവനെ ദ്രോഹിച്ച ഒരു ജഡ്ജിന്റെ മോന് പണി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിന്റെ ഒരു സന്തോഷമാണ്. ഇതിനുശേഷം നെൽസനെ പോലീസുകാരൊക്കെ ഒന്ന് പിടിച്ചോണ്ട് പോവാണ് ജയിലിടാനായിട്ട്. അന്ന് രാത്രി ജോൺ അവന്റെ കൂട്ടരും ഒത്ത് അവന്റെ 2 കൂട്ടുകാരും ഒത്ത് വീട്ടിലിരുന്ന് TV കാണുകയാണ്. പുറത്ത് ആരോ വന്ന് കൊട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോൺ ചെന്ന് കതവ് തുറക്കാണ്. ജോണിന്റെ ഡ്രഗ്സ് വാങ്ങാനായിട്ട് വന്ന ആൾക്കാരാണ്. ജോൺ അകത്ത് വിളിച്ചുകൊണ്ട് വന്ന് കുറച്ച് ഡ്രഗ്സ് എടുത്ത് കൊടുത്ത് അവന്മാരെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വന്നിരിക്കും. എന്നാൽ പണി പാളിയെന്ന് ജോണിന് മനസ്സിലായി. കാരണം മറ്റൊന്നുമല്ല, ഇപ്പം വന്നത് പോലീസുകാരായിരുന്നു. പോലീസുകാരാണ് ജോണിന്റെ വന്ന് ഡ്രഗ്സ് വാങ്ങിച്ചുകൊണ്ട് പോയത്. പോലീസുകാർ ഇപ്പൊ പുറത്തു നിന്ന് കൊട്ടുന്നുണ്ട് തോക്കൊക്കെ ആയിട്ട്. ഇത് മനസ്സിലാക്കിയ ഉടനെ ജോൺ അവന്റെ 2 കൂട്ടുകാരോട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറയും. കൂട്ടുകാർ രക്ഷപ്പെട്ടു പോകുന്ന നേരത്തെ അവനെ കൂടെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവന് വരാനായിട്ട് താല്പര്യമില്ല. ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ജോണിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ജയിലിൽ പോയിട്ട് നെൽസൺ ഇട്ട് പണി കൊടുക്കുക. അതാണ് ഉദ്ദേശം. അങ്ങനെ പോലീസുകാർ അകത്തോട്ട് കയറി വരും. ജോണിനെ അറസ്റ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞ് ജോണിനെ കോടതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അവന് ശിക്ഷ കൊടുക്കുകയാണ്. ചോദിച്ച് ശിക്ഷ വാങ്ങുന്നുണ്ട് ഒരു 3 വർഷത്തേക്ക്. അത് നെൽസനെ കൊണ്ടുപോകുന്ന ആ ഒരു ജയിലിലോട്ട് തന്നെ. പിന്നീട് ജോണിനെയും നെൽസണിനെയും ഒരുമിച്ചാണ് ഒരു വണ്ടിയിൽ ജയിലിലോട്ട് കൊണ്ടുപോവുക. ഈ കൊണ്ടുപോകുന്ന നേരത്ത് നെൽസനോട് ആരും മിണ്ടുന്നില്ല. നെൽസൺ ഒറ്റയ്ക്കാണ് ആദ്യമായിട്ടാണ് ജയിലിൽ വന്നിരിക്കുന്നത്. എന്നാൽ ജോൺ ആണെങ്കിൽ ചെറുപ്പകാലം തൊട്ടേ ഈ ജയിലിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കൂസലും ഇല്ല. എന്തായാലും ഈ ബസ്സിൽ പോകുന്ന നേരത്ത് നെൽസന്റെ അടുത്ത് ഒരു കൂട്ടുകാരനെ പോലെ തന്നെ ജോൺ പോയി മിണ്ടുന്നുണ്ട്. അവർ തമ്മിൽ കമ്പനി ആവുകയാണ്. നെൽസൺ വിചാരിച്ചിരിക്കുന്നത് ജോൺ നല്ലൊരു കൂട്ടുകാരനാണ്, ഇങ്ങോട്ട് വന്ന് മിണ്ടിയതല്ലേ എന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ കൂട്ടായിട്ട് നേരെ ജയിലിൽ ചെല്ലും. ജയിലിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വാർഡനുണ്ട്. ആ വാർഡനാണെങ്കിൽ ഒരു തലതെറിച്ച മനുഷ്യനാണ്. അയാൾ അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിക്കും, നിങ്ങളിൽ ആരൊക്കെയാണ് കുറ്റം ചെയ്യാത്തത്? കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് ആരോപിച്ച് നിങ്ങളെ ജയിലിലോട്ട് വിട്ടതല്ലേ
ആൾക്കാരല്ലേ, അങ്ങനെയുള്ള ആൾക്കാർ കൈവെക്കാനായിട്ട് പറയുമ്പോൾ അതിനകത്ത് കുറ്റം ചെയ്യാത്തൊരു മനുഷ്യൻ കൈവെക്കും. ഉടനടി കൂടെ നിന്നൊരു പോലീസുകാരൻ അങ്ങനെ വയറ്റിലിട്ട് ഒറ്റ കുത്താണ്. ഈ ഒരു വാർഡൻ അവരെ പറ്റിച്ചതാണ്. നമ്മുടെ നെൽസൺ കൈവെക്കാൻ പോയതാണ്, എന്നാൽ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. പിന്നീട് ഈ വാർഡൻ ഓരോ ആൾക്കാരുടെ അടുത്തും വന്ന് ഓരോ അഹങ്കാരങ്ങൾ ഇങ്ങനെ പറയാണ്. നിങ്ങൾക്ക് ഈ ജയിലിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയാൽ ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് എഴുതുക, അത് ചുരുട്ടി വായിലിട്ടങ്ങ് തിന്നുക, ഇങ്ങോട്ട് പരാതിയൊന്നും പറയാൻ നിൽക്കണ്ടെന്ന്. ഇത് കഴിഞ്ഞ് നെൽസണും ജോണും കൂടെ പോയി ഡ്രസ്സ് വാങ്ങുന്നുണ്ട്. നെൽസൺ ഓൾറെഡി ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് ജോൺ ആണ് വാങ്ങേണ്ടത്. ജോൺ ഡ്രസ്സ് വാങ്ങുന്ന നേരത്ത് നെൽസണെയും ജോണിനെയും ഒരേ സെല്ലിൽ തന്നെ ഇടാനായിട്ട് ജോൺ അവിടുത്തെ ഒരു പോലീസുകാരനോട് പറയുന്നുണ്ട്. ആ പോലീസുമായിട്ട് ജോണിന് നല്ല കമ്പനിയുണ്ട്. അങ്ങനെ അത് കേൾക്കാണ്. പിന്നീട് ജോണിനെയും അതുപോലെ തന്നെ നെൽസനെയും ഒരേ സെല്ലിലാണ് ഇടുക. ഈ നെൽസൺ ആണെങ്കിൽ ആകെ വിഷമിച്ച് ആദ്യമായിട്ട് ജയിലിൽ വന്നതിന്റെ വിഷമത്തിൽ അവിടെ ഇരുന്നങ്ങ് കരയാണ്. എന്നാൽ നമ്മുടെ ജോൺ ആണെങ്കിൽ അവനെ പറ്റിച്ചുകൊണ്ട് നല്ലൊരു ഫ്രണ്ടിനെ പോലെ അടുത്ത് വന്ന് അവൻ ഓരോ കാര്യങ്ങൾ പറയാണ്. ഈ ജയിലിൽ ഇങ്ങനെ പാവപ്പെട്ടവനെ പോലെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെയുള്ള ബാക്കിയുള്ള കുറ്റവാളികൾ നിന്നെ എന്തായാലും കൊല്ലും. അതുകൊണ്ട് തന്നെ നല്ല ദേഷിച്ച് വേണം എപ്പോഴും മുഖം വെക്കാനെന്ന് പറയുമ്പോൾ നെൽസൺ അങ്ങനെ മുഖം വെക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. നെൽസനെ കൊണ്ട് അത് കഴിയുന്നില്ല. ഇത് കഴിഞ്ഞ് നെൽസണും അതുപോലെ തന്നെ ജോണും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഈ ഫുഡ് കഴിക്കുന്ന നേരം ജോൺ നെൽസൺ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ജയിലിൽ തന്നെ വലിയൊരു ഗ്യാങ്സ്റ്റർ ഉണ്ട്. അങ്ങേർക്ക് ചുറ്റും കുറെ ആൾക്കാരും ഉണ്ട്. അങ്ങേരോട് പോയി ഉടക്കാനൊന്നും പാടില്ല, എപ്പോഴും നല്ല കുട്ടിയായിരിക്കണം. അതുപോലെ തന്നെ ദേഷിച്ച മുഖം വെച്ചാൽ ആരും പ്രശ്നം ഉണ്ടാക്കാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ പോയി ഫുഡ് കഴിക്കും. ഈ ഫുഡ് കഴിക്കുന്ന നേരത്ത് ജോൺ ഒരു കാര്യം പറയും. 12:15 ആകുമ്പോൾ എണീറ്റ് അങ്ങ് നിന്നോണം, ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന്. പെട്ടെന്ന് തന്നെ 12:15 ആവുകയാണ്. എന്നാൽ ഈ നെൽസൺ ആണെങ്കിൽ എണീക്കുന്നില്ല. അവന് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല. ബാക്കിയുള്ള ജയിൽ പുള്ളികളൊക്കെ 12:15 ആയപ്പോൾ എണീറ്റു. ഉടനടി അങ്ങോട്ടൊരു മനുഷ്യൻ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട വലിയ ഗ്യാങ്സ്റ്റർ വന്നിട്ട് അതിലൊരു മനുഷ്യനെ കുത്തിക്കൊല്ലുകയാണ്. അത് നെൽസന്റെ മുമ്പിൽ വെച്ച് തന്നെ. നെൽസൺ ഇത് കണ്ട ആകെ അമ്പരപ്പെട്ട് അവിടെ ഇരുന്ന് പോവാണ്. പോലീസുകാർ വന്നിട്ട് നെൽസനെയാണ് അടിക്കുക. നെൽസൺ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഈ ജയിലിലെ നിയമമാണ്, ഒരാൾ ഇരിക്കുവാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ആരെ വേണമെങ്കിലും കുത്തിക്കൊല്ലാം. പോലീസുകാർ വന്ന് നെൽസനെ അടിക്കുമ്പോൾ നെൽസൺ ഡയറക്റ്റ് ആയിട്ട് ഒറ്റിക്കൊടുക്കും. ആ ഗ്യാങ്സ്റ്റർ ആണ് ഇതിന്റെ പിന്നിലെന്ന്. അങ്ങനെ ഗ്യാങ്സ്റ്ററിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. ഗ്യാങ്സ്റ്റർ നെൽസനെ ഒന്ന് നോട്ടം വെക്കുന്നുണ്ട്. ആ ഗ്യാങ്സ്റ്ററിനെ ഒരു സ്പെഷ്യൽ സെല്ലിലോട്ടാണ് പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ എന്തായാലും നെൽസണിട്ട് പണി കൊടുക്കും എന്നുള്ള ഒരു നോട്ടത്തിലാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ജോൺ നെൽസനെ വിളിച്ച് സെല്ലിൽ തിരിച്ചു വരും. എന്നിട്ട് നെൽസനോട് നല്ലൊരു ഫ്രണ്ടിനെ പോലെ ജോൺ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോണം, എന്നാൽ ഈ ജയിലിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ തന്നെ നിന്നാ മതിയെന്ന്. പക്ഷേ ഈ ജോണിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. അവന്റെ കൂടെ നിന്ന് നെൽസന് പണി കൊടുക്കുക, അതാണ് ഉദ്ദേശം. ഇതിനുശേഷം നെൽസണും അതുപോലെ തന്നെ ജോണും കൂടെ കുളിക്കാനായിട്ട് പോകും. ഈ നെൽസൺ കുളിക്കുന്ന നേരം അങ്ങോട്ട് ഒരു കാമപ്രാന്തൻ വരുന്നുണ്ട്. അത്യാവശ്യം സൈസുള്ള ഒരു കാമപ്രാന്തൻ. അവൻ വന്നിട്ട് നെൽസന്റെ ദേഹത്ത് കൈവയ്ക്കാനായിട്ട് നോക്കുകയാണ്. അവൻ ആണുങ്ങളോടാണ് താല്പര്യം. എന്നാൽ ജോൺ വന്ന് അവനെ പ്രതിരോധിക്കും. ഇതൊന്നും നടക്കത്തില്ല, അവൻ എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ, അവന്റെ ദേഹത്തെങ്ങനെ കൈവച്ചാൽ നിന്റെ കൈ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് ആ ഒരു വലിയ മനുഷ്യനെ അവിടെ നിന്ന് പേടിപ്പിച്ച് പറഞ്ഞു വിടും. എന്നാൽ ആ മനുഷ്യൻ പേടിച്ച് പോകുന്നൊന്നുമില്ല. എന്തായാലും അവിടെ നിന്ന് പോവാണ്. ഇത് കഴിഞ്ഞ് നെൽസനെ കാണാനായിട്ട് അവന്റെ കൂടെയുള്ള ആ ഒരു കൂട്ടാളി വന്നിട്ടുണ്ട്. അയാൾ വന്നിട്ട് നെൽസനോട് നല്ല രീതിയിൽ അഹങ്കരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും നാള് നെൽസൺ അവരോടെല്ലാരോടും ദേഷ്യപ്പെട്ടായിരുന്നല്ലോ സംസാരിച്ചത്. അതിന്റെ ഒരു പക വീട്ടാനായിട്ട് നെൽസനോട് നല്ല അഹങ്കാരത്തിലാണ് സംസാരിക്കുന്നത്. നെൽസന് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നെൽസന് കൊടുക്കുന്നത് പോലെ കാണിക്കുമ്പോൾ അങ്ങോട്ട് പോലീസുകാരൻ വന്നിട്ട് ഡ്രിങ്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ നെൽസന്റെ മുമ്പിലിരുന്ന് നല്ല അഹങ്കാരത്തോടു കൂടി നെൽസനെ കൊതി കാണിപ്പിച്ച് ആ ഒരു മനുഷ്യൻ കഴിക്കുകയാണ്. നെൽസൺ കാല് പിടിച്ച് പറയുന്നുണ്ട് അവൻ അവിടെ നിന്ന് പുറത്തിറക്കാനായിട്ട്. എന്നാൽ ആ ഒരു മനുഷ്യൻ കേൾക്കുന്നില്ല. നെൽസനെ പുറത്തിറക്കാൻ അവർക്ക് ആർക്കും മനസ്സ് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നെൽസൺ അകത്തിട്ടവർക്ക് കുറെ പൈസ അടിച്ചു മാറ്റാനായിട്ട് സാധിക്കുമല്ലോ. നെൽസൺ ഉള്ളപ്പോൾ നെൽസന് മാത്രമേ അടിച്ചു മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നെൽസന്റെ അച്ഛന്റെയാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഒരു ദിവസം ജോൺ വാഷ്റൂമിൽ നിന്ന് കുളിക്കുമ്പോൾ ആ ഒരു വലിയ മനുഷ്യൻ ജോണിനെ വന്ന് കണ്ടിട്ട് നെൽസനെ കൊടുക്കോ 2 പാക്കറ്റ് സിഗരറ്റ് കൊടുക്കാന്ന് പറയും. ജോണിന് അത് കേൾക്കുമ്പോൾ സന്തോഷവും. ജോൺ അതിന് സമ്മതം കൊടുക്കാണ്. നെൽസനെ പിടിച്ചുകൊണ്ട് പൊയ്ക്കോളാൻ പറയും. ഇത് കഴിഞ്ഞ് ജോൺ നേരെ ചെല്ലുന്നത് നെൽസന്റെ സെല്ലിലാണ്. അവിടെ പോയി അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. ജോണിനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാണ് എന്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ നേരം നെൽസൺ സെല്ലിൽ ഒറ്റയ്ക്കാണല്ലോ. അപ്പൊ തന്നെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. നെൽസനെ ചാക്കി കെട്ടി അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. ഇതെല്ലാം നമ്മുടെ ജോണിന്റെ പ്ലാൻ മാത്രമായിരുന്നു. ജോണിന്റെ കൂട്ടാളിയാണല്ലോ ആ ഒരു പോലീസുകാരൻ മനഃപൂർവ്വം തന്നെ ജോണിനെ അവിടെ നിന്ന് മാറ്റിയതാണ്. ആ സെല്ലിൽ നിന്ന് മാറ്റിയതാണ്. അതും ജോൺ പറഞ്ഞിട്ട് തന്നെ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് നെൽസനെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കുമല്ലോ. അതായിരുന്നു ജോണിന്റെ പ്ലാൻ. നേരത്തെ പിടിച്ചോണ്ട് പോയ നെൽസനെ നേരെ കൊണ്ടു ചെല്ലുന്നത് ആ ഒരു വലിയ മനുഷ്യന്റെ റൂമിലാണ്. എന്നിട്ട് റൂം എല്ലാം ക്ലോസ് ചെയ്യും, കർട്ടൻ വെച്ച് ക്ലോസ് ചെയ്യും. നെൽസൺ ആകെ കിളി പാറി അവിടെ നിൽക്കുകയാണ്. അന്നേരം ഈ വലിയ മനുഷ്യൻ ഒരു വൈൻ കൊണ്ടുവന്ന് നെൽസൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതവർ പ്രത്യേകമായിട്ട് ജയിലിലെ ബാത്റൂമില് ക്ലോസറ്റിൽ ഉണ്ടാക്കിയെടുത്ത വൈനാണ്. എന്തോ മൂത്രമൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുത്ത വൈനാണ്. അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നെൽസനോട് ഈ ഒരു വലിയ മനുഷ്യൻ പറയുന്ന കണക്ക് ചെയ്യണമെന്ന് പറയും. നെൽസന് കാര്യം മനസ്സിലായി. അവന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് മനസ്സിലായി. നെൽസൺ ആകെ കിള്ളി പാറി അവിടെ നിൽക്കുമ്പോൾ ഈ വലിയ മനുഷ്യൻ ബെഡിൽ പോയിരുന്നിട്ട് നെൽസനോട് അടുത്ത് വന്നിരിക്കാനായിട്ട് പറയും. നെൽസനും ആകെ പേടിച്ച് അടുത്ത് പോയി അങ്ങനെ ഇരിക്കുകയാണ്. ഇനി വലിയ മനുഷ്യൻ പറയും ഒരു ഉമ്മ കൊടുക്കാനായിട്ട്. അങ്ങനെ ഉമ്മ കൊടുത്തില്ലെങ്കിൽ നെൽസന്റെ ആ ഒരു ഓർഗൻ വെട്ടി
എടുത്ത് ഷൂവിന്റെ പാക്കറ്റിൽ വെക്കുമെന്ന് പറയും. നെൽസന് വേറെ മാർഗ്ഗമില്ല. കണ്ണടച്ച് വലിയ മനുഷ്യന് ഉമ്മ കൊടുക്കുകയാണ്. പക്ഷെ ചോദിച്ച ഉമ്മ അതല്ല, 2 മൂക്ക് വെച്ച് തട്ടിക്കുന്ന ഉമ്മയാണ്. ജസ്റ്റ് മിസ്സിനാണ് ഫ്രഞ്ച് കിസിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നെൽസന് സമാധാനമായി. പിന്നീട് നെൽസൺ നേരെ പോയി സെല്ലിൽ പോയിരുന്നിട്ട് എന്തോ ഒരു ലെറ്റർ എഴുതുകയാണ്. അത് അവന്റെ ഒരു കുഞ്ഞു കൂട്ടുകാരന് വേണ്ടിയിട്ടാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കൂട്ടുകാരൻ, അനിയനോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവന് വേണ്ടി ലെറ്റർ എഴുതുകയാണ്. അത് ഇവിടുത്തെ ഈ ജയിൽ പുള്ളികളൊക്കെ വളരെയധികം മോശമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അങ്ങനെ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തനാണെങ്കിൽ നെൽസന്റെ പിന്നാലെ വന്ന് മൂത്രമൊഴിക്കും. ഇത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ഗ്യാങ്സ്റ്റേഴ്സിന്റെ പുള്ളികളാണ്. കുറച്ച് കഴിയുമ്പോൾ ഗ്യാങ്സ്റ്റർ വന്ന് നിന്നെ എടുക്കും എന്നുള്ളൊരു രീതിയിലാണ് അവന്റെ നേരെ മുള്ളിട്ട് അവിടെ നിന്ന് മാറിപ്പോയത്. ജോണി ഈ കാര്യങ്ങളെല്ലാം നെൽസന് പറഞ്ഞു കൊടുക്കും. നെൽസൺ ആകെ പേടിച്ചിരിക്കുകയാണ്. ഞാൻ ഗ്യാങ്സ്റ്റർ വന്ന് എന്തെങ്കിലും ചെയ്താലോ? ഇത് കഴിഞ്ഞ് നെൽസണും ജോണും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോകും. നെൽസൺ നോക്കുമ്പോൾ ഗ്യാങ്സ്റ്റർ ആ ഒരു സ്പെഷ്യൽ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഗ്യാങ്സ്റ്ററിനോട് പോയി സോറി പറഞ്ഞാൽ പോരെ. അതുകൊണ്ട് തന്നെ നെൽസൺ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ജോണിനോട് പറഞ്ഞിട്ട് നേരെ ഗ്യാങ്സ്റ്ററിന്റെ അടുത്ത് ചെന്ന് സോറി പറയും. എന്നാൽ ഗ്യാങ്സ്റ്റർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഗ്യാങ്സ്റ്ററിന്റെ ഒരു ഫോർക്ക് ഉണ്ടായിരുന്നു. ആ ഫോർക്ക് എടുത്ത് നെൽസന്റെ ഒരു കാലിൽ കുത്തി കയറ്റും. അതെല്ലാം ക്ഷമിച്ചിട്ട് നെൽസൺ വീണ്ടും സോറി പറയാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ ഒരു ഗ്യാങ്സ്റ്റർ ആണെങ്കിൽ അടുത്ത ഫോർക്ക് എടുത്ത് അവന്റെ രണ്ടാമത്തെ കാലിൽ കുത്തി കയറ്റും. ഇത് കണ്ട് ഒരുത്തൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ആ ഗ്യാങ്സ്റ്ററിന്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ അവന്റെ നേരെ ഒരു ഫോർക്ക് എടുത്ത് അവന്റെ കാലിലും കുത്തുകയാണ്. അത് നെൽസന്റെ കാലിൽ നിന്ന് വലിച്ചൂരിയിട്ട്. ഇത് കഴിഞ്ഞ ഉടനെ ഗ്യാങ്സ്റ്റർ സംസാരിക്കാനായിട്ട് തുടങ്ങും. നെൽസനോട് അവിടെ ഇരിക്കാനായിട്ട് പറയും. നെൽസൺ ആകെ വേദനിച്ച് പേടിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഈ ഗ്യാങ്സ്റ്റർ ഒരു കാര്യം പറയും. ഗ്യാങ്സ്റ്ററിനോട് ഇങ്ങനെ മുഖാമുഖം വന്ന് സംസാരിക്കാനായിട്ട് എല്ലാവർക്കും പേടിയാണ്. എന്നാൽ നെൽസൺ അത് കഴിഞ്ഞു. പക്ഷെ ഇതേപോലെ ഒരു അപ്പൂപ്പൻ ചെയ്തപ്പോൾ ആ അപ്പൂപ്പൻ അങ്ങ് കൊന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ നെൽസനെയും കൊന്നു കളയാനായിട്ട് പോവുകയാണ്. എങ്ങനെ കൊല്ലണമെന്ന് ചോദിക്കുമ്പോൾ വേദനിപ്പിക്കാതെ കൊല്ലണമെന്ന് പറയും. ഇപ്പൊ തൽക്കാലത്തേക്ക് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് നെൽസന്റെ അടുത്ത കാലിലുള്ള ഫോർക്ക് വലിച്ചൂരി നെൽസൺ അവിടെ നിന്ന് പറഞ്ഞു വിടും. നെൽസൺ നേരെ ചെല്ലുന്നത് ജോണിന്റെ അടുത്താണ്. ഇതൊക്കെ കാണുമ്പോൾ ജോണിന്റെ ഒരു സന്തോഷമാണ്. പക്ഷെ നല്ലൊരു കൂട്ടുകാരനെ പോലെയാണ് നെൽസനോട് പെരുമാറുക. പിന്നീട് നെൽസൺ നേരെ പോകുന്നത് കുളിക്കാനായിട്ടാണ്. ഈ കുളിക്കുന്ന നേരം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു വലിയ മനുഷ്യനുണ്ട്. ആ മനുഷ്യനൊരു ഗേ ആയതുകൊണ്ട് തന്നെ ആണുങ്ങളോടാണ് അട്രാക്ഷൻ ഉള്ളത്. കുളിച്ചു കഴിഞ്ഞിട്ട് നെൽസൺ നേരെ സെല്ലിൽ വരും. സെല്ലിൽ വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ജോൺ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ ഗ്യാങ്സ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുറച്ച് വഴികളുണ്ട്. ഒന്നെങ്കിൽ ഗ്യാങ്സ്റ്ററിനെ കൊല്ലണം, അല്ലെങ്കിൽ ഗ്യാങ്സ്റ്റർ നിന്നെ കൊല്ലണം, അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ജോണിന്റെ ഇരിക്കുന്ന ബോൾ എടുത്ത് പുറത്തോട്ടിടും. എന്നിട്ട് നെൽസനെ പിടിച്ച് സെല്ലിന്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിൽക്കുന്ന പോലീസുകാരനോട് ബോൾ എടുത്തു തരാനായിട്ട് പറയും. പോലീസുകാരൻ ബോൾ എടുത്തോണ്ട് വരുമ്പോൾ പോലീസുകാരന്റെ മുഖം നോക്കി ജോൺ ഒറ്റ ഇടിയാണ്. പക്ഷെ പോലീസുകാരെന്താ വിചാരിക്കുക, നെൽസൺ ആണ് ഇടിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ നെൽസനെ കൊണ്ടുവന്ന് ആ ഒരു സ്പെഷ്യൽ ജയിലിലിടും. അതെന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത അടച്ചുപൂട്ടിയ ഒരു ജയിലാണ്. കുറെ നേരം അവിടെ ഇരിക്കുമ്പോൾ ഡിപ്രഷനും ഇല്യൂഷനും എല്ലാം വരും. അതേപോലെ തന്നെ നെൽസനും വന്നിട്ടുണ്ട്. നെൽസൺ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടെന്ന് തോന്നുകയാണ്. അവസാനം 2 ദിവസത്തിനു ശേഷം ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരും. കരഞ്ഞ് പേടിച്ച് താടിയൊക്കെ വളർത്തിയിട്ടാണ് ഇറങ്ങി വരിക. അത്രയും ഡിപ്രസ്ഡ് ആയി പോയിട്ടുണ്ട് അവൻ. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് ഒരു അപ്പൂപ്പനെ കാണാനായിട്ടാണ്. ആ അപ്പൂപ്പന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓരോ കാര്യങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ആ അപ്പൂപ്പന്റെ ഒരു ബോട്ട് ക്ലീനർ വാങ്ങുന്നുണ്ട്. അത് സിറിഞ്ചിലാണ് വാങ്ങുന്നത്. ഈ സാധനങ്ങളൊക്കെ വൃത്തിയാക്കുന്ന ഒരു ക്ലീനർ. അതെന്തിനാണെന്ന് കുറച്ചുകൂടെ പോകുമ്പോൾ മനസ്സിലാവും. കട്ട് ചെയ്താൽ നെൽസൺ ആ ലെറ്റർ എഴുതിയ ഒരു പയ്യനില്ലേ, ആ പയ്യനാണെങ്കിൽ ആ ലെറ്റർ കൊണ്ടുവന്ന് സ്കൂളിൽ വായിക്കും. ഹോംവർക്കായിട്ട് ലെറ്റർ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ആ ഒരു കുഞ്ഞു പയ്യൻ നെൽസൺ എഴുതിയ ലെറ്ററാണ് എല്ലാവർക്കും മുമ്പിലും വായിക്കുന്നത്. ഈ കുഞ്ഞി പയ്യന്മാര് ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. എന്ത് ഭാഷയാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നതെന്ന്. ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും ടീച്ചർ അകത്തോട്ട് കയറി വരിക. പക്ഷെ ടീച്ചർ ഇത് ശ്രദ്ധിക്കത്തില്ല. അയ്യോ മോനെ, നിന്റെ ലെറ്റർ എനിക്ക് നോക്കാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ കേൾക്കാനായിട്ട് സാധിച്ചില്ല. മോൻ ഇപ്പൊ സിറ്റിയിൽ പോയിരുന്നു, ഞാൻ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞ് ആ ഒരു പയ്യനെ പറഞ്ഞു വിടുകയാണ്. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. വീണ്ടും ജോണിനെ കാണിക്കുകയാണെങ്കിൽ ജോണും നെൽസണും കൂടെ റൂമിൽ നിൽപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ജോൺ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആ ഒരു സെല്ലിൽ നിന്ന് പുറത്തോട്ടിറങ്ങിപ്പോകും. നെൽസൺ മാത്രമാണല്ലോ അവിടെ ഒറ്റയ്ക്ക്. അങ്ങോട്ട് ആ ഒരു ഗ്യാങ്സ്റ്ററും കൂട്ടാളികളും വരും. ഗ്യാങ്സ്റ്ററിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് പോയി. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അത് ഒരുപാട് ഉപകാരമായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. ഈ ഗ്യാങ്സ്റ്റർ വന്നെന്ന് കണ്ട ഉടനെയാണ് ജോൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നീട് ഈ ഗ്യാങ്സ്റ്റർ വന്ന് നെൽസൺ ഒരുപാട് ഉപദ്രവിക്കും. എന്നാൽ നെൽസൺ ആദ്യമൊക്കെ കുറെ കൊണ്ടെങ്കിലും പിന്നീട് തിരിച്ചടിക്കാനായിട്ട് തുടങ്ങും. കുറെ അധികം ചവിട്ടും ഇടിയും വെച്ചു കൊടുക്കുകയാണ്. ഈ ഫൈറ്റിന്റെ ഇടയിൽ നെൽസൺ കട്ടിൽ വലിഞ്ഞു കയറിയിട്ടും അടിക്കും അവനെ. അങ്ങനെ അടിച്ചടിച്ച് കയ്യിലിരിക്കുന്ന ആ ഒരു ബോട്ട് ക്ലീനർ ഉള്ള സിറിഞ്ച് താഴെ പോകുന്നുണ്ട്. ഇത് ആ ഒരു ഗ്യാങ്സ്റ്റർ കാണുമ്പോൾ എന്താ വിചാരിക്കുക, എന്തോ മാരകമായിട്ടുള്ള ഡ്രഗ്സ് ആണ്, അത് കുത്തിവെച്ചാൽ ഒരുപാട് അടിപൊളിയായിരിക്കുമെന്ന്. അങ്ങനെ ആ ഒരു ഗ്യാങ്സ്റ്റർ ആ ഒരു സിറിഞ്ച് എടുത്ത് കയ്യിൽ കുത്തിവെക്കുകയാണ്. അത് കുത്തിവെച്ചതും ഉടനടി മരണപ്പെട്ട് താഴെ വീഴാണ്. ഡ്രഗ്സാന്ന് വിചാരിച്ചെടുത്ത് കുത്തിയത് മാരകമായിട്ടുള്ള ബോട്ട് ക്ലീനർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയി. പിന്നീട് ഈ മരിച്ചുപോയ ബോഡി എടുത്ത് നെൽസൺ പുറത്തോട്ടിറങ്ങി വരും. അകത്ത് എന്താണ് നടക്കുന്നതെന്ന് കാണാനായിട്ട് കുറച്ചധികം ആൾക്കാർ ആകാംക്ഷയോടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവരുടെ മുമ്പിലോട്ടാണ് ഈ ബോഡി കൊണ്ടുവരിക. എല്ലാരും നെൽസനെ കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. നെൽസൺ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്ത് പോകും. ജോൺ കുറച്ച് കഴിയുമ്പോൾ അകത്തോട്ട് കയറി വരുമ്പോൾ അവനും ആകെ വിഷമത്തിലാണ്. കാരണം മറ്റൊന്നല്ല, നെൽസൺ അവന്മാരുടെ അടി കൊണ്ട് ചാവുമെന്നാണ് അവൻ വിചാരിച്ചത്. അവനെ ഉപദ്രവിച്ച ജഡ്ജിന്റെ മോനല്ലേ. എന്നാൽ അങ്ങനെയൊന്നും നടന്നില്ല. ഇത് കഴിഞ്ഞ് അമ്മ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോകും. അന്നേരം ഗ്യാങ്സ്റ്ററിന്റെ ടീമിലുള്ള ഒരുത്ത അങ്ങോട്ട് വരുവാണ്. നമ്മുടെ നെൽസണോട് പറയും, നമുക്ക് ആ ഗ്യാങ്സ്റ്ററിന് ഇഷ്ടമല്ലായിരുന്നു, അവൻ മഹാ ബോറനായിരുന്നു, എല്ലാവരും മോശമായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തത്. പക്ഷെ ഇനി മുതൽ നിങ്ങളാണ് നമ്മുടെ ബോസ്. ആ ഒരു
ടീമിലോട്ട് വന്നാൽ മതി, നിങ്ങൾക്ക് രാജാവിനെ പോലെ വാഴാന്ന് പറഞ്ഞ് നെൽസനെ ക്ഷണിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. ജോണിന്റെ ഇത് കേൾക്കുമ്പോൾ ആകെ പെരുത്ത് കയറുകയാണ്. ജോൺ നെൽസനെ ഉപദ്രവിക്കാനായിട്ട് നോക്കിയിട്ട് നെൽസൺ ഒരു സ്റ്റാറായി മാറി, വലിയൊരു ഗ്യാങ്സ്റ്ററിനെ കൊന്ന സ്റ്റാറായി മാറി. ജോണിന് ഇത് ഉറപ്പിക്കണം, എല്ലാരും നെൽസനെ പേടിയോടെയാണോ നോക്കുന്നതെന്ന് അറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ ജോൺ നെൽസനെയും വിളിച്ച് ഒരാളെടുത്ത് വന്നിട്ട് അയാളോട് അവിടെ നിന്ന് മാറിപ്പോവാനായിട്ട് പറയും. അയാളും പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പോഴാണ് ജോണിന് കാര്യം മനസ്സിലാവുക. ജോണിനും നെൽസണിനും, ഈ നെൽസൺ ആണെങ്കിൽ വലിയൊരു ഗ്യാങ്സ്റ്റർ തന്നെ ആയിട്ടുണ്ട് ആ ജയിലില്. എല്ലാരും ഇനി ഗ്യാങ്സ്റ്റർ പറഞ്ഞാൽ കേൾക്കും, ആര് നെൽസൺ പറഞ്ഞാൽ കേൾക്കും. പക്ഷെ ജോണിന്റെ ഇത് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇഷ്ടപ്പെടാത്ത പോലെ നിൽക്കുന്നുമില്ല, ഇഷ്ടപ്പെട്ട രീതിയിലാണ് നിൽക്കുക. അങ്ങനെ ഒരു ദിവസം നെൽസൺ പോയി ബാത്റൂമിൽ നിന്ന് മൂത്രമൊഴുകി കഴിയും. അങ്ങോട്ട് ആ ഒരു വലിയ മനുഷ്യൻ വരുന്നുണ്ട്. നെൽസൺ ഇപ്പോൾ വലിയ ആളാണല്ലോ, അതുകൊണ്ട് തന്നെ നെൽസൺ ആ വലിയ മനുഷ്യനെ എതിർത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ആ വലിയ മനുഷ്യൻ ഇവനെ പേടിക്കുന്നുണ്ടോ, ഇവനെ മുറുകനെ കയറി പിടിച്ചിട്ട് ഇവനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കും, അതായത് അവനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരാൾ മാറിയിരിപ്പുണ്ട്, അതും ബാത്റൂമിൽ. പക്ഷേ ഈ നെൽസൺ ആണെങ്കിൽ ഈ വലിയ മനുഷ്യനെ തള്ളി മാറ്റാണ്. തള്ളി മാറ്റിയതും നെൽസന്റെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. മറ്റേ ആ ഗ്യാങ്സ്റ്ററിന്റെ ആൾക്കാരായിരുന്നു, ഇപ്പൊ നെൽസന്റെ ആൾക്കാരാണ്. അവർ വന്നിട്ട് ഈ വലിയ മനുഷ്യനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. പിടിയും വലിയ എല്ലാം നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോലീസുകാരും കൂടെ കയറി വരികയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ജോൺ അവിടെ നിൽപ്പുണ്ട്. എന്നാൽ ഈ പോലീസുകാരന് നെൽസനെ പിടിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം നെൽസൺ ഇപ്പോൾ വലിയ ഗ്യാങ്സ്റ്റർ ആണല്ലോ, പോലീസുകാരന് എന്തായാലും പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവും ചെയ്യാതെ ജോണിനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകും. ജോൺ എന്നെ വിടണേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പോലീസുകാർ കേൾക്കില്ല. ജോണിന്റെ ബഡ്ഡിയായിട്ടുള്ള പോലീസുകാരൻ തന്നെ അവനെ പിടിച്ച് സ്പെഷ്യൽ സെല്ലിൽ കൊണ്ടുപോകും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ജോൺ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാണ്. ആ സ്പെഷ്യൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാണ്. പുറത്ത് വന്ന് നോക്കുമ്പോൾ നെൽസൺ ആളാകെ അങ്ങ് മാറിയിട്ടുണ്ട്, വലിയൊരു ഗ്യാങ്സ്റ്റർ ആയിട്ടുണ്ട്. എല്ലാരും നെൽസൺ പറയുന്നതാണ് കേൾക്കുക. ഇതെല്ലാം കാണുമ്പോൾ ജോണിന് ഒട്ടും സഹിക്കുന്നില്ല. ജോൺ നെൽസണോട് വന്ന് സംസാരിക്കും. എന്നാൽ നെൽസൺ പറയുന്നത് ഇതിനെല്ലാം കാരണം ജോണാണ് അവന് വഴി കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് ജോണിനോടൊരു നന്ദിയും പറഞ്ഞിട്ട് നെൽസൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. നെൽസൺ പോയതും ജോണിനാകെ ദേഷ്യം വന്നിട്ട് ആ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും അടിച്ച് തകർക്കുകയാണ്. അതുപോലെ ഇപ്പൊ നെൽസൺ പഴയതുപോലല്ല, ആ വലിയ മനുഷ്യനുമായിട്ടൊക്കെ നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞു പോവുക. വലിയ മനുഷ്യനും കുറച്ച് സംസാരം മാത്രം കൊടുത്താൽ മതി, അങ്ങേര് കൂടെ തന്നെ നിന്നോളും. അതേപോലെ തന്നെ നെൽസൺ അങ്ങേറെ സെല്ലിൽ പോയിരുന്ന് സംസാരിക്കുമായിരിക്കും. അങ്ങോട്ട് ജോൺ വരുന്നുണ്ട്. ജോൺ വന്നത് വലിയ മനുഷ്യൻ നെൽസണും ജോണിനും ഒറ്റയ്ക്ക് സംസാരിക്കാനായിട്ട് ആ സെല്ലിൽ നിന്ന് മാറിപ്പോവാണ്. ആ വലിയ മനുഷ്യൻ പോയതും ജോൺ ആണെങ്കിൽ ഒരു ഡ്രിങ്ക് കൊണ്ടുവന്ന് നെൽസന് കൊടുക്കുകയാണ്. അത് നെൽസൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്. അത് നെൽസൺ ആസ്വദിച്ച് കുടിക്കാനായിട്ട് നിൽക്കുമ്പോൾ അതിന് ക്യാപ്പില്ല, അതായത് അത് തുറക്കുന്ന ആ ഒരു മൂടിയില്ല. അതെന്താ മൂടിയില്ലാത്ത, നീ ആ മൂടി എന്തേലും ചെയ്തോ അതോ ഇതിനകത്ത് എന്തേലും കരയ്ക്ക് വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ ജോണിനാകെ ദേഷ്യവും വിഷമവും വരികയാണ്. അങ്ങനെ അഭിനയിക്കുകയാണ്. ജോൺ ആണെങ്കിൽ ആ ഡ്രിങ്ക് തട്ടിപ്പറിച്ച് നിനക്ക് എന്റെ വിശ്വാസം ഇല്ലല്ലേടാന്ന് ചോദിച്ച് ആ ഡ്രിങ്ക് എടുത്ത് കുടിക്കും. ഇത് കാണുമ്പോൾ നെൽസന് വിഷമവും, ഞാൻ അറിയാതെ പറഞ്ഞാടാ, ഈ ജയിലിലുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രിങ്ക് മൊത്തത്തിൽ എടുത്ത് കുടിക്കും. അത് കുടിച്ചതും ബോധം കെട്ട് താഴെ വീഴാണ്. ജോൺ നേരത്തെ കുടിച്ച ആ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് ജോൺ വന്ന് സിങ്കിൽ തുപ്പിയും കളയുന്നുണ്ട്. ജോൺ സത്യത്തിൽ ആ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, നാളെ നെൽസന്റെ വിധി എഴുത്താണ്, അവൻ ഈ ജയിലിൽ നിന്ന് പുറത്തു പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ പോവാതിരിക്കാനായിട്ടാണ് ജോൺ ഈ പണി കൊടുത്തത്. പിന്നീട് ജോണിന്റെ ഒരാളും ജോണും കൂടെ ഈ ഒരു നെൽസനെ പിടിച്ച് വേറൊരു റൂമിൽ വന്നിട്ട് നെൽസൺ എന്തോ ചെയ്യുന്നുണ്ട്. നെൽസനെ കൊന്നിട്ടില്ല, പകരം അവനെ മയക്കുവാണ് ചെയ്തത്. പിറ്റേ ദിവസം ആകുമ്പോൾ നെൽസനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. പോലീസുകാരന് നെൽസനെ നോക്കുമ്പോൾ ചിരിയാണ് വരിക. എന്തായാലും നെൽസനെ വിളിച്ചുകൊണ്ട് നെൽസന്റെ വിധി പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ പോകും. നെൽസൺ ഞാനൊരു നല്ല കുട്ടിയായി ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ പുറത്തിറങ്ങി ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ നെൽസന്റെ കാര്യത്തിൽ അവരൊരു തീരുമാനം ഉണ്ടാക്കുകയാണ്. നെൽസനെ പുറത്തോട്ട് വിടത്തില്ല. കാരണം നെൽസന്റെ നെറ്റിയിൽ എന്തോ ഒരു കാര്യം, അവർക്ക് യോജിക്കാത്തൊരു കാര്യം വലുപ്പത്തിൽ പച്ച കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെൽസനെ പുറത്തോട്ട് വിടത്തില്ല. ഈ ഒരു ദേഷ്യത്തിൽ നെൽസൺ നേരെ ചെല്ലുന്നത് ജോണിന്റെ അടുത്താണ്. എന്തിനാടാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ജോണുമായിട്ട് ഫൈറ്റ് ചെയ്യും. യവന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിയുണ്ടാക്കുകയാണ്. യവന്മാര് തമ്മിൽ ജയിലിൽ കിടന്ന് അടിയുണ്ടാക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ ഈ ഒരു ജോൺ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. നിന്റെ അച്ഛൻ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനായത്, ഞാൻ ജീവിതകാലം മൊത്തം ജയിലിൽ കിടന്നത്, അതുകൊണ്ട് നിനക്കിട്ട് മനഃപൂർവ്വം പണി തന്നതാണെന്ന്. ജോൺ സത്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ നെൽസന് സത്യം മനസ്സിലായല്ലോ. അന്നേരമായിരിക്കും പോലീസുകാർ വന്ന് അവന്മാരെ പിടിച്ചു മാറ്റുക. ഷോക്ക് അടിപ്പിച്ചിട്ട് ദൂരോട്ട് നിർത്തും. ജയിലിൽ കിടന്ന് നീയൊന്നും അടിയുണ്ടാക്കണ്ട, പകരം നമുക്ക് പബ്ലിക്കായിട്ട് അടിയുണ്ടാക്കാം, എല്ലാവർക്കും കണ്ട് രസിക്കാനായിട്ട് സാധിക്കും. അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ നെൽസണും അതുപോലെ തന്നെ ജോണും സമ്മതിക്കുകയാണ്. ഇതിനുശേഷം നെൽസന്റെ ജോണിന്റെ മാച്ചിന് വേണ്ടിയിട്ട് ജയിലിലുള്ള എല്ലാ ആൾക്കാരും ബെറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നെൽസനെ കാണാനായിട്ട് ആ ഒരു വലിയ മനുഷ്യൻ ജയിലിലോട്ട് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ആ വലിയ മനുഷ്യൻ റിലീസായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെൽസനെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നെൽസനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നെൽസൺ അയാളോട് എന്തോ ഒരു കാര്യം രഹസ്യമായിട്ട് പറയുന്നുണ്ട്. കട്ട് ചെയ്താൽ നെൽസന്റെ ചാരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു വലിയ മനുഷ്യനെയാണ് കാണിക്കുന്നത്. നെൽസനെ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ കാണാനായിട്ട് വരുന്ന ആ ഒരു മനുഷ്യനെ. എന്നിട്ട് അയാളോട് നെൽസൺ പറയും, ഞാൻ നെൽസൺ ആണ്, ഞാൻ ഒരു ദത്തുപുത്രനെ എടുത്ത് വളർത്തിയിട്ടുണ്ട്, അവൻ അങ്ങോട്ട് വരും, അവൻ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കണമെന്ന്. അത് പറഞ്ഞു തീർന്നതും ഡോറൊക്കെ തുറന്ന ഒരു മനുഷ്യനകത്തോട്ട് കയറി വരും. അത് മറ്റാരുമല്ല, ആ ഒരു വലിയ മനുഷ്യനാണ്. വലിയ മനുഷ്യനെ ദത്തുപുത്രനായിട്ട് അങ്ങ് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ നെൽസൺ അവകാശപ്പെട്ട സ്വത്ത് വകകളെല്ലാം വലിയ മനുഷ്യന് കൊടുക്കണമെന്നാണ് ആ ഒരു ആളോട് പറഞ്ഞത്. നെൽസനെതിരെ നെൽസനെ ജയിലിലിടാനായിട്ട് മുൻപന്തിയിൽ നിന്ന് ആളോട്
പറയുക. ആ ആളിനും വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ നെൽസന്റെ ദത്തുപുത്രനായിട്ട് വലിയ മനുഷ്യനെ അംഗീകരിക്കുകയാണ്. ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ദത്തെടുക്കാമല്ലോ, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് നെൽസന്റെ ഒരു പ്ലാൻ മാത്രമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നെൽസന്റെയും അതുപോലെ തന്നെ ജോണിന്റെയും മാച്ച് വന്നിട്ടുണ്ട്. എമ്മ രണ്ടുപേരെയും എല്ലാവരുടെ മുമ്പിലോട്ടും കൊണ്ടുവന്ന് ഫൈറ്റ് കൂടാനായിട്ട് പറയും. എമ്മ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യും. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് അവസാനം 2 സിറിഞ്ച് എടുത്ത് രണ്ടുപേരും കുത്താനായിട്ട് നോക്കും. നെൽസന്റെ ഒരു സിറിഞ്ച്, അതുപോലെ തന്നെ ജോണിന്റെ ഒരു സിറിഞ്ച്, രണ്ടിലും വിഷമാണ്. കുത്തിയാൽ അപ്പം തന്നെ ചാവും. രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്ത് അവസാനം രണ്ടിന്റെയും മുതുകത്ത് കുത്തി രണ്ടും തീരുന്നുണ്ട്. രണ്ടും മരണപ്പെട്ട് താഴെ കിടക്കുകയാണ്. പോലീസുകാർ വന്ന് ഡോക്ടറിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെ രണ്ടുപേരും മരണപ്പെട്ടെന്ന് പറയാണ്. പിന്നീട് അവന്മാരുടെ ശവ അടക്കാണ്. ശവ അടക്കിന് വന്നിട്ടുള്ളത് നമ്മുടെ വലിയ മനുഷ്യൻ മാത്രമാണ്. ആ വലിയ മനുഷ്യന് നെൽസന്റെ മാനേജർ ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കൊണ്ടുവന്ന് നെൽസന്റെ വകകളെല്ലാം വലിയ മനുഷ്യന് കൊടുക്കാണ്. കാരണം ദത്തുപുത്രനാണല്ലോ. ഇതെല്ലാം കൊടുത്തിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകും. അന്ന് രാത്രി വലിയ മനുഷ്യൻ വന്ന് നെൽസന്റെ ആ കുഴി തോണ്ടുകയാണ്. അന്നേരം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ നെൽസൺ അന്ന് നമ്മൾ കണ്ട ആ അപ്പൂപ്പനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ബോട്ട് ക്ലീനർ വാങ്ങിച്ച ആ ഒരു മനുഷ്യന്, ആ ഒരു മനുഷ്യന്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഇഞ്ചക്ഷനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുത്തിവെച്ചാൽ കുറച്ചു നേരത്തേക്ക് കോമയിലോട്ട് പോകും, ഒരു 3 ദിവസത്തേക്ക്. എന്നാൽ മരണപ്പെടില്ല. അതുകൊണ്ടാണ് നെൽസൺ അത് കുത്തിയപ്പോൾ നെൽസൺ മരണപ്പെടാഞ്ഞത്. ഇപ്പൊ നെൽസനെ കുഴിച്ചെടുക്കുമ്പോൾ നെൽസൺ ജീവനോടെ തന്നെ പൊങ്ങി വരികയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്ലാനിന്റെ ഭാഗമായിട്ട് ജോണും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അന്ന് ജയിലിൽ വെച്ച് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കാര്യം കുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മരണപ്പെടില്ല, 3 ദിവസത്തെ കോമ മാത്രമാണ്. അങ്ങനെ അവന്മാർ രണ്ടുപേരും അറിഞ്ഞിട്ടാണ് ആ മരുന്ന് കുത്തിയത്. ഇപ്പൊ നെൽസനെ കുഴിച്ച് പുറത്തെടുത്തിട്ടുണ്ടല്ലോ. നെൽസൺ ജോണിനെ കുഴിച്ച് പുറത്തെടുക്കാതെ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ വലിയ മനുഷ്യൻ പറയാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നീ വാക്ക് കൊടുത്തതല്ലേ. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ കുഴിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ജോണിനെ കൂടെ കുഴിച്ച് പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ഇത് കഴിഞ്ഞ് നെൽസണും അതുപോലെ തന്നെ വലിയ മനുഷ്യനും കൂടെ കാർ എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. ഞാനും വരട്ടോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ നെൽസൺ വേണ്ടെന്ന് പറയും. കാരണം ജോൺ വലിയൊരു ചതിയനാണ്. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം ജോൺ കാരണമാണല്ലോ നെൽസൺ ജയിലിലോട്ട് വന്നത്, അതുകൊണ്ടാണ്. എന്തായാലും ആ ഒരു വലിയ മനുഷ്യനും നെൽസണും കൂടെ കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. കട്ട് ചെയ്താൽ കുറെ നാൾക്ക് ശേഷം വേറൊരു രാജ്യത്താണ് കാണിക്കുന്നത്. സ്വന്തം രാജ്യത്ത് നിൽക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അവന്മാര് മരണപ്പെട്ട വ്യക്തിയാണ്. ആര്? നെൽസൺ മരണപ്പെട്ട വ്യക്തിയാണ്. നെൽസണും ജോണും കൂടെ ഒരു വൈൻ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാനായിട്ട് ആളും വന്നിട്ടുണ്ട്. എന്നാൽ അയാള് ഈ ചെക്ക് ചെയ്യാൻ വന്ന ആള് വൈൻ കുടിക്കുന്നില്ല. അതിൽ അമോണിയ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ഇവന്മാർ ഉണ്ടാക്കിയിരിക്കുന്നത് ബാത്റൂം വൈനാണ്. അയാൾ അത് കുടിക്കാതെ നിൽക്കുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ജോൺ കയറി വരുന്നുണ്ട്. ജോൺ കയറി വന്നിട്ട് അയാളെ മിരട്ടാണ്, മര്യാദയ്ക്ക് കുടിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കും, നിന്റെ കഴുത്തറുത്തെടുക്കുമെന്ന് പറയുമ്പോൾ അയാൾ പേടിച്ചിട്ട് വൈൻ കുടിക്കുകയാണ്. ഇയാൾ പേടിച്ചിട്ട് കുടിക്കുന്നത് കാണുമ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരും കുടിക്കും. എല്ലാരും കുടിച്ചു നോക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്തോ ഒരു വൃത്തികെട്ട ടേസ്റ്റ്. കാരണം മൂത്രത്തിന് അങ്ങനത്തെ ടേസ്റ്റിലേ വരത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീംസ് കുടിക്കുന്നുണ്ട്. ജോണും അതുപോലെ തന്നെ വലിയ മനുഷ്യനും പിന്നെ നെൽസണും. അവന്മാര് കുടിക്കുമ്പോൾ അവന്മാരുണ്ടാക്കിയ വൈൻ അവന്മാർക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. അത്രയും മോശമായിട്ടുള്ള ടേസ്റ്റ് ആണ്. കട്ട് ചെയ്താൽ അവന്മാര് 3 പേരും കൂടെ പാട്ട് കേട്ട് കാർ എടുത്ത് പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ.